രണ്ടാമത്തത് ഐ വിൽ ബ്ലെയിം ഓൺലി വൺ പേഴ്സൺ ഫ്രം ദ ഗവൺമെൻറ് സൈഡ്, ഇറ്റ് ഈസ് മിസ്റ്റർ ബാലഗോപാൽ. ഞാൻ പല വേദിയിൽ ധനമന്ത്രി ഇപ്പം വി ഡി സതീശൻ മന്ത്രി വന്ന് സി പി ജോൺ വന്നതിന് ശേഷം, സി പി ജോണല്ല വി ഡി സതീശൻ ധനകാര്യ മന്ത്രി എന്നുള്ള നിലയിൽ 100 കോടി രൂപയല്ലേ എടുത്തു കൊടുത്തത് KFC ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട്. ആ സപ്പോർട്ട് താങ്കൾക്ക് KSRTC സമയത്ത് കിട്ടിയില്ല. ഇദ്ദേഹം തോമസ് ഇതേ സപ്പോർട്ട് പക്ഷേ ഗണേഷ് കുമാർ അദ്ദേഹം ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറയാം, തോമസ് ഐസക് മന്ത്രിയായിരിക്കുന്നുണ്ട്, ധനകാര്യ മന്ത്രിയായിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഈ പ്രയാസങ്ങളെല്ലാം കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ലിബറലായിട്ട് 100 കോടി രൂപ തന്നുകൊണ്ടിരുന്നു. ഇദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു നീ 100 കോടി തരത്തില്ല, 50 കോടി തരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാൽ 50 കോടി തരുമോ? ഒരു ദിവസം 30 കോടി തരും, ഒരു ദിവസം 20 കോടി തരും. ഇതെന്ന് തരും? ഒരു മാസം ഫിനാൻഷ്യൽ പ്ലാനിങ് വേണ്ടേ? ഇതെന്ന് കിട്ടുമെന്നറിയത്തില്ല. എന്നിട്ട് തന്നെ ഞാൻ പോയി SPയുടെ CGMൻ്റെയൊക്കെ ചേംബറിൽ പോയിരുന്ന് സംസാരിച്ച് കാല് പിടിച്ച് ഒരു 50 കോടിയും കൂടെ ഞാൻ ഓവർ ഡ്രാഫ്റ്റ് കിട്ടി. അപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ധനകാര്യമന്ത്രി അടുത്ത് പറഞ്ഞു, എനിക്കൊരു 100 കോടി ഒരു വൺ ടൈം അസിസ്റ്റൻസായിട്ട് എനിക്കൊരു 100 കോടി രൂപ 100 കോടി തന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിട്ടോ ഞാൻ റോൾ ചെയ്തോളാം. പിന്നെ എൻ്റെ സ്കീം ഓഫ് തിങ്സ് ഇപ്പം തന്നെ ബജറ്റ് ടൂറിസം ഏതാണ്ട് ഞാൻ ലാസ്റ്റ് നോക്കുമ്പോൾ 67 കോടി രൂപയോളം ഒരു വർഷം ജനറേറ്റ് ചെയ്യുന്നതാണ്. 15 പമ്പ് സ്റ്റാർട്ട് ചെയ്ത് അത് ഏതാണ്ട് 25 കോടി രൂപയോളം ജനറേറ്റ് ചെയ്യുന്നതാണ്. ഈ സ്ഥലങ്ങളെല്ലാം മോണിറ്റൈസ് ചെയ്യുന്ന ലാൻഡ് മോണിറ്റൈസേഷൻ സ്കീം, ഇതെല്ലാം കൊണ്ട് ഞാനൊരു 3 കൊല്ലത്തിനുള്ളിൽ ഇത് ശരിയാക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ അതേ ഈ 50 കോടി അത് എത്ര പ്രാവശ്യം ആൻ്റണി രാജു അദ്ദേഹത്തിൻ്റെ ചേംബറിൽ പോയിരുന്ന് സംസാരിച്ചാലേ ഇതൊന്ന് കിട്ടത്തുള്ളൂ. നമുക്കൊരു ഇതില്ല, ഒരു സെർട്ടനിറ്റി ഇല്ല എന്ന് കിട്ടുമെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, കിഫ്ബിയിൽ നിന്ന് ഇദ്ദേഹം അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് 50 ബസ്സിനുള്ള പൈസ കിട്ടി. തോമസ് ഐസക് ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞു താൻ എടുത്തോ. ഞാൻ പറഞ്ഞു തിരിച്ചടയ്ക്കാൻ എന്നെ കൊണ്ട് താൻ എടുക്ക്, ബാക്കി എത്രയോ പാലത്തിൻ്റെ ഒന്നും തിരിച്ചടയ്ക്കുന്നില്ലല്ലോ, എന്തായാലും ജനങ്ങൾക്ക് നല്ലത് വരട്ടെ, ഞാൻ കുറച്ചുകൂടെ പൈസ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കിഫ്ബിക്ക് ഒരു 700 കോടി രൂപയുടെ പ്രോജക്റ്റ് കൊടുത്തു. അത് ഇദ്ദേഹം വന്നാൽ അത് മൊത്തം വെട്ടിക്കളഞ്ഞു. പിന്നെ സ്മാർട്ട് സിറ്റിയിലാണ് 113 വണ്ടിയും കൂടെ വന്ന് 163 വണ്ടി തിരുവനന്തപുരത്തെ ഇലക്ട്രിക്. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. അതിൻ്റെ ചിലവ് ഡ്രൈവർ ഉൾപ്പെടെ എല്ലാം എടുത്തു കഴിഞ്ഞാലും, ബാറ്ററി കറണ്ട് എല്ലാം എടുത്തു കഴിഞ്ഞാലും 22 രൂപ പെർ കിലോമീറ്റർ വരുമ്പോൾ നമുക്ക് 35 രൂപയാണ് ആ ചെറിയ വണ്ടിയിൽ നിന്ന് പോലും കിട്ടുന്നത്. അപ്പം നമുക്ക് അവിടെ ലാഭമാണ്. ഒരു വണ്ടി ഒരു മാസം 1 ലക്ഷം രൂപയായിരുന്നു, 1,15 ലക്ഷം രൂപയായിരുന്നു ആദ്യത്തെ 50 വണ്ടി ഉണ്ടായപ്പം ലാഭം ഉണ്ടായിരുന്നു എന്നുള്ളത്. രണ്ടാമത് വന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ വന്നപ്പം കുറച്ച് ലാഭത്തിനകത്ത് കുറച്ചിട്ടുണ്ടെങ്കിലും ഏതാണ്ട് 85,000 രൂപയിൽ ലാഭമാണ്, മനസ്സിലാക്കണം. അതേസമയം KSRTCയുടെ ഒരു വണ്ടി 35 രൂപ അല്ലെങ്കിൽ 40 രൂപ കിട്ടുമ്പോൾ അതിൻ്റെ ചിലവ് 90 രൂപയാണ്. കാര്യം 2 ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 7.5 ആൾ വേണം ഒരു വണ്ടി ഓടിക്കണമെങ്കിൽ. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി വേജസ് കാരണം അവൻ വന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം അത് തന്നെ കുറഞ്ഞു പോയി. കാരണം വെച്ചാൽ ഗവൺമെൻറ് ഒരു നോം ആയതുകൊണ്ട് ഞാൻ മാത്രം കുറച്ചു. എന്നാലും അവർക്ക് ഇൻസെൻറ്റീവ് കിട്ടുന്നുണ്ടായിരുന്നു. സ്വിഫ്റ്റിലുള്ളവർക്ക് 50,000 രൂപയൊക്കെ കിട്ടുന്ന ഡ്രൈവർമാർ ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് എൻ്റെ കാലത്ത് കിട്ടുന്നുണ്ടായിരുന്നു.